എന്തുകൊണ്ടായിരിക്കും സുധാകരൻ ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതെന്നാൽ നമ്മൾ കുറച്ചുകൂടി പിറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവരെല്ലാം ഒരേ ഗ്രൂപ്പുകാരായിരുന്നു എന്നുള്ളത്. വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയതോടുകൂടി തന്നെ കോൺഗ്രസിൽ മറ്റൊരു ചേരി രൂപപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് വി ഡി സതീശൻ ഒരു ഭാഗത്തും രമേശ് ചെന്നിത്തല മറ്റൊരു ഭാഗത്തുമായിട്ടായിരുന്നു. ഭൂരിപക്ഷ എം.എൽ.എമാരും വി ഡി സതീശനെ പിന്തുണച്ചോടുകൂടിയാണ് രമേശ് ചെന്നിത്തലയെ മാറ്റി വി ഡി സതീശനിലേക്ക് പ്രതിപക്ഷ നേതൃത്വം പോയതെന്നുണ്ടായിരുന്നു. കണ്ണൂരിലെ AI ഗ്രൂപ്പുകൾക്കെതിരെ നടത്തിയ വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം DCC പ്രസിഡന്റൊക്കെ ആവുന്നതും അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ കോൺഗ്രസിനകത്ത് വളരെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ മറക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. കോൺഗ്രസ് ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം എന്താണ്? രാജേട്ട നമസ്കാരം. രാജേട്ട, മുഖ്യമന്ത്രി ആരാകണം, പ്രതിപക്ഷ നേതാവ് ആരാകണം എന്ന രീതിയിലുള്ള ചർച്ചകളിലേക്ക് കോൺഗ്രസിനകത്ത് വലിയ വിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭരണം കിട്ടിയാൽ മാത്രമാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. ഭരണം കിട്ടാത്ത പക്ഷം പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായി ഇനി ആവാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം വനവാസത്തിന് പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തിരുത്തിയിട്ടുണ്ട്. അല്ല, മികച്ച ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരാത്ത അതൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീ കെ സുധാകരൻ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ചർച്ചയ്ക്കകത്തും പറഞ്ഞതാണ്, രമേശ് ചെന്നിത്തല കെ സുധാകരനെ പിന്തുണച്ചിരിക്കുന്നു. ഇനി രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കേണ്ട അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാക്കേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കെ സുധാകരനെ ഏറ്റെടുക്കും എന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, പാകതയുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യം പൈതൃകം പേറുന്ന ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ പി ജെ കുര്യൻ പറഞ്ഞിരിക്കുന്നു, മുഖ്യമന്ത്രിയാവാൻ യോഗ്യനായിട്ടുള്ളത് ശ്രീ രമേശ് ചെന്നിത്തലയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ NSSൻ്റെ ഉൾപ്പെടെയുള്ള SNDPയുടെ ഉൾപ്പെടെയുള്ള പിന്തുണ ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു രണ്ടു വാക്കില്ല, രമേശ് ചെന്നിത്തലയ്ക്കാണ്. ഈ കോൺഗ്രസിനകത്തെ ഈ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പിടിവലി ഏതെങ്കിലും തരത്തിൽ UDFൻ്റെ വിജയ സാധ്യതകളെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? വിജയസാധ്യതകളെ ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ നമ്മളിൽ മനസ്സിലാക്കേണ്ട കാര്യം, രമേശ് ചെന്നിത്തല ഇട്ട ഈ തുന്നിവെച്ച കുപ്പായത്തിന് 5 വർഷത്തെ പഴക്കമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹം തുന്നിവെച്ച കുപ്പായം അത് 5 വർഷത്തെ പഴക്കമുണ്ട്. കാരണം നൂലൊക്കെ അടുത്ത് പോയിട്ടുണ്ടാവും, മോശമായിട്ടുണ്ടാവും, കളറൊക്കെ മങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ കളർ മങ്ങിയ ഈ ഷർട്ട് വീണ്ടും അവരെ അലക്കി തേച്ച് മിനുക്കുന്ന പണിയാണ് ഇപ്പം സുധാകരനും അതുപോലെ തന്നെ പി ജെ കുര്യനും ഏറ്റെടുത്തിരിക്കുന്ന നമുക്കാണ്. അപ്പം അവർ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. പറയാത്ത കുറേ ആൾക്കാരുണ്ടാവുമല്ലോ കോൺഗ്രസ് നേതാക്കന്മാരിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ച് നേരിട്ട് പറയാത്ത കുറേ ആൾക്കാരുണ്ട്. ഇപ്പം നമ്മളിതിൽ കാണേണ്ടത് കുറേ കാലമായിട്ട് വി ഡി സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള അകൽച്ച എന്ന് പറയുന്നത് കേരളത്തിൽ ഇനി അടുത്ത തവണ ഭൂരിപക്ഷം കിട്ടിയാൽ അല്ലെങ്കിൽ ഭരണം കിട്ടിയാൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ചുള്ള തർക്കം ഇവർ തമ്മിൽ കുറേ കാലമായി തുടങ്ങിയിട്ട്. ഇപ്പം നമ്മൾ നിലമ്പൂർ ബൈ ഇലക്ഷൻ കഴിഞ്ഞ സമയത്തൊക്കെ ഈ ക്യാപ്റ്റൻ പ്രയോഗം ഓർക്കുന്നുണ്ടാവും. ഈ ക്യാപ്റ്റൻ എന്നുള്ള ക്യാപ്റ്റനും കേണലും ക്യാപ്റ്റൻ പ്രയോഗം വി ഡി സതീശനാണ് ഈ ഇപ്പോൾ UDFൻ്റെ ക്യാപ്റ്റൻ എന്നുള്ളൊരു പ്രയോഗം രമേശ് ചെന്നിത്തലാജിയെ ഭയങ്കരമായി ബാധിച്ചിരുന്നു. അദ്ദേഹം അതിൽ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം വളരെ പ്രതിഷേധാർഹമായ ഇതൊക്കെ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നമ്മുടെ പാർട്ടിയിൽ അങ്ങനെ പതിവില്ലെന്നും അങ്ങനെ ഉള്ളൊരു പ്രയോഗം തെറ്റാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ വി ഡി സതീശനല്ല പറഞ്ഞത്, വി ഡി സതീശനെ കുറിച്ച് മറ്റൊരാൾ പറഞ്ഞൊരു പ്രയോഗമായിരുന്നു, ഫാൻസ് ഗ്രൂപ്പ് പറഞ്ഞൊരു പ്രയോഗമായിരുന്നു ക്യാപ്റ്റൻ എന്നുള്ളത്. പക്ഷേ നമ്മൾ കാണേണ്ടത് രമേശ് ചെന്നിത്തല കുറേ കാലമായിട്ട് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് 2ാം തവണയും UDF പ്രതിപക്ഷത്തായപ്പോൾ പ്രതിപക്ഷ നേതാവായി തുടരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതിന് സാധിച്ചില്ല. അദ്ദേഹത്തോട് പോലും ആലോചിക്കാതെ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയതോടുകൂടി തന്നെ കോൺഗ്രസിൽ മറ്റൊരു ചേരി രൂപപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് വി ഡി സതീശൻ ഒരു ഭാഗത്തും രമേശ് ചെന്നിത്തല മറ്റൊരു ഭാഗത്തുമായിട്ടായിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോഴും അതിനകത്തൊരു വാശി അല്ലെങ്കിൽ ഒരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, വി ഡി സതീശനോടുണ്ട്. കാരണം വി ഡി സതീശൻ കാണിച്ചിരിക്കുന്ന ഒരു കൊടിയ വഞ്ചനയാണ് എന്നൊരു അഭിപ്രായം കൂടി അദ്ദേഹത്തിനുള്ള. അപ്പോൾ അന്ന് പറഞ്ഞിരുന്നത് MLA-മാരുടെ ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ചാണ് വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കി നിയമിച്ചത്. അതായത് AICC നടത്തിയ എല്ലാ MLA-മാരെയും പേഴ്സണലി വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവരുടെ ഭൂരിപക്ഷ MLA-മാരും വി ഡി സതീശനെ പിന്തുണച്ചോടുകൂടിയാണ് രമേശ് ചെന്നിത്തലയെ മാറ്റി വി ഡി സതീശനിലേക്ക് പ്രതിപക്ഷ നേതൃത്വം പോയതെന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള ഈ പോരാട്ടം ശക്തിപ്പെടും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയാണ് ഈ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായിട്ട് ഈ KC
വേണുഗോപാൽ രംഗപ്രവേശം ചെയ്യുക എന്നുള്ളതും എല്ലാവർക്കും അറിയാം. ഇത് നേരത്തെ തന്നെ എഴുതി തയ്യാറാക്കിയ ചില തിരക്കഥയുടെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് ആസന്നമായി നിൽക്കുന്ന സമയത്ത് AICCയുടെ നിർദ്ദേശം, വളരെ കൃത്യമായ നിർദ്ദേശമുണ്ട്, മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള പരസ്യ പ്രതികരണങ്ങൾ പാടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം MLA-മാരുമായി ആലോചിച്ച്, അല്ലെങ്കിൽ ഭൂരിപക്ഷം MLA-മാർ ആർക്ക് പിന്തുണ നൽകുന്നു അവരായിരിക്കും മുഖ്യമന്ത്രി, അല്ലാതെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല. നമുക്ക് മുഖ്യമന്ത്രിയെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു ഇലക്ഷൻ പ്രചരണം സാധാരണ കോൺഗ്രസ് നടത്താറില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞത്. ഇപ്പം നമ്മൾ AK ആന്റണിയുടെയും K കരുണാകരൻ്റെയും കാലത്ത് ഇതേ തരത്തിലുള്ള ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ കാണണം. ഇപ്പം കരുണാകരനെ കേന്ദ്രത്തിലേക്ക് വിളിപ്പിക്കുകയും AK ആന്റണിയെ മുഖ്യമന്ത്രിയാക്കുകയും AK ആന്റണിയെ കേന്ദ്രത്തിലേക്ക് വിളിക്കുകയും കരുണാകരൻ മുഖ്യമന്ത്രിയാവുകയും പിന്നീട് AK ആന്റണിയെ കേന്ദ്രത്തിലേക്ക് വിളിപ്പിച്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുകയൊക്കെ ചെയ്തൊക്കെ അറിയാം. പകുതിക്ക് വെച്ച് മുഖ്യമന്ത്രിയാവുകയൊക്കെ ചെയ്ത ചില സംഭവങ്ങളൊക്കെ കേരളത്തിൽ, രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൽ സംഭവിക്കാൻ പോകുന്നത് കേന്ദ്രത്തിൽ അധികാരമില്ല. കേന്ദ്രത്തിൽ അധികാരമില്ലാത്തത് കൊണ്ട് തന്നെ ചില പ്രായമായ നേതാക്കന്മാരെ ഗവർണറൊക്കെ ആക്കുന്ന പതിവായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇപ്പം അങ്ങനെ പറ്റില്ല. കാരണം അതിന് പറ്റുന്ന ഒരു ശക്തമായൊരു സംവിധാനം എന്നുള്ള പാർട്ടിയും ഒരു ശക്തിയുള്ള ഹൈക്കമാൻഡും അല്ല ഇപ്പൊ കേന്ദ്രത്തിൽ. അതെ, അപ്പൊ അത്തരത്തിലുള്ള ഹൈക്കമാൻഡാണ്. അതെ, അപ്പൊ പണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ കാലത്ത് ഉണ്ടായിരുന്ന ചടുലമായ നീക്കങ്ങളൊക്കെ ഇപ്പം പറ്റില്ല എന്നുള്ളത് കൊണ്ടും K കരുണാകരനല്ല, AK ആന്റണി അല്ല, ഈ ഇപ്പോൾ പറയുന്ന രമേശ് ചെന്നിത്തലയും VD സതീശനും കൂടി നമ്മളിൽ കാണേണ്ടതുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സുധാകരൻ ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതെന്നാൽ നമ്മൾ കുറച്ചുകൂടി പിറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവരെല്ലാം ഒരേ ഗ്രൂപ്പുകാരായിരുന്നു എന്നുള്ളത്. കോൺഗ്രസിൽ I ഗ്രൂപ്പിൽ തന്നെ K സുധാകരൻ മറ്റൊരു ഗ്രൂപ്പായിരുന്നു, മൂന്നാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. 4ാം ഗ്രൂപ്പായിരുന്നു, വയലാർ രവിയുടെ ഗ്രൂപ്പിലായിരുന്നു. പിന്നീട് അദ്ദേഹം മറ്റൊരു തരത്തിൽ, അതായത് ഈ തിരുത്തൽ വാദം ഒക്കെ ഉണ്ടായ സമയത്ത് ഈ അതിലൊരു അംഗമായിരുന്നല്ലോ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. ഷാനവാസ്, കാർത്തികേയൻ, ഷാനവാസ് തുടങ്ങിയ, അപ്പൊ അവരോട് കുറച്ചും കൂടി ആഭിമുഖ്യം ഉണ്ടായിരുന്ന നേതാവായിരുന്നു സുധാകരൻ. സുധാകരൻ ശരിക്ക് കണ്ണൂരിലെ AI ഗ്രൂപ്പുകൾക്കെതിരെ നടത്തിയ വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം DCC പ്രസിഡന്റൊക്കെ ആവുന്നതും അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നതൊക്കെ. K സുധാകരനോട് അദ്ദേഹത്തിന് ആഭിമുഖ്യമുണ്ട്, നേരത്തെ തന്നെ ആഭിമുഖ്യമുണ്ട്. അപ്പം ഇവർ തമ്മിൽ ഒരു തരത്തിലുള്ള ഒരു ഐക്യം നേരത്തെ തന്നെ രൂപപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് സുധാകരനെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിന് അനുകൂലമായ നിലപാട് ഈ രമേശ് ചെന്നിത്തല സ്വീകരിച്ചിരുന്നത്. അതിനുള്ളൊരു അവിടെ സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇത്തവണ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യത്തിന് ഞാൻ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് എന്ന് സുധാകരൻ അർത്ഥസംഖ്യക്കിടയില്ലാത്ത സംസാരിച്ചത്. കാരണം മുഖ്യമന്ത്രിക്ക് സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ കോൺഗ്രസിനകത്ത് വളരെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ മറക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. കോൺഗ്രസ് ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം എന്താണ്? ഇന്ദിരാ ഗ്യാരണ്ടിയെ കുറിച്ച് ഒരു 5 ഗ്യാരണ്ടി രാഹുൽ ഗാന്ധി ഇവിടെ ഒരു മൈക്കിന് മുമ്പിൽ വന്ന് പ്രസംഗിച്ചിട്ട് പോയതല്ലാതെ അതിനപ്പുറത്തേക്ക് കേരളത്തിന് മുമ്പിലേക്ക് ഒരു പ്രകടന പത്രിക വയ്ക്കാൻ സാധിക്കാതെയാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് പറയുമ്പോൾ അതിനിടയിലേക്കാണ് ഈ മുഖ്യമന്ത്രി വിവാദം കൂടി കടന്നു വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDFിൻ്റെ ഒരു ദൗർബല്യമല്ലേ. കാരണം ഞാനത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ VD സതീശൻ 100 സീറ്റ് എന്ന് വാ തോരാതെ എല്ലായിടത്തും പ്രസംഗിക്കുന്നുണ്ട്. ഒറ്റ ചോദ്യം മാത്രമേ ജനങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ളൂ: ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എന്തുത്തരമാണ് ഇവർക്ക് പറയാനുള്ളത്? ഇതെന്തുകൊണ്ടാണ് VD സതീശൻ്റെ ജാഥ നമുക്ക് അറിയാം. VD സതീശൻ്റെ ജാഥ അവസാനിച്ചിട്ട് അധികാലമായിട്ടില്ല. VD സതീശൻ്റെ ജാഥയിൽ അങ്ങോളം ഇങ്ങോളം പറഞ്ഞിരുന്നത് സുസ്ഥിര കേരളം എന്നുള്ളൊരു ഇതായിരുന്നു. അതായത് സുസ്ഥിരമായൊരു ഭരണ സംവിധാനം ഇവിടെ ഉണ്ടാവുന്നു, അതായത് അഴിമതിരഹിത ഭരണം നമ്മൾ കാഴ്ചവെക്കും എന്നൊക്കെയുള്ളൊരു ഇതാണ്. അതേസമയം സുബി ചോദിച്ചതുപോലെ കൃത്യമായൊരു മാനിഫെസ്റ്റോ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇലക്ഷനെ നേരിടുന്നില്ല എന്നുള്ളത് കോൺഗ്രസിന് മാനിഫെസ്റ്റോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. പക്ഷേ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് ശരിക്കും UDFിന് ഒരു. പക്ഷേ ഇവർ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം കേരളത്തിൽ അതിരൂക്ഷമായ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഭരണവിരുദ്ധ വികാരത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ 100 സീറ്റുകൾ എന്ന് പറയുന്നത്. കേരളത്തിൽ 100 സീറ്റുകൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് അദ്ദേഹം പറഞ്ഞത് ആലങ്കാരികമായി പറഞ്ഞതാണ്. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഒരു ഉറപ്പാണ്. കാരണം ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പായിരുന്നു. പ്രത്യേകിച്ചിട്ടും കോൺഗ്രസ് നേതൃത്വത്തിനും അതുപോലെ തന്നെ കോൺഗ്രസ് അണികൾക്കും ആവേശമുണ്ടാക്കാനുള്ള ചില പ്രസംഗങ്ങൾ എല്ലാ കാലത്തും VD സതീശൻ കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ ഈ കേരളത്തിൽ പിന്നീട് നടന്ന ഈ 5 വർഷത്തിനിടയിൽ നടന്ന എല്ലാ ബൈ ഇലക്ഷനിലും വളരെ വ്യക്തമായിട്ട് VD സതീശൻ ചില നിലപാടുകൾ സ്വീകരിക്കും. അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും,
അതുപോലെ തന്നെ UDF പല ഘടകകക്ഷികൾക്കും അതിലൊക്കെ ചില വിയോജിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും VD സതീശൻ കൃത്യമായിട്ട് ചില നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. അതായത് ഈ ഉപതെരഞ്ഞെടുപ്പല്ല പൊതു തെരഞ്ഞെടുപ്പ് അല്ല അപ്പൊ ആ സമയത്തുണ്ടായ ചില ആവേശങ്ങളുടെ അല്ലെങ്കിൽ ഈ വിജയ തുടർച്ചകൾ ഉണ്ടായിരുന്നല്ലോ, ഈ വിജയ തുടർച്ചകളുടെ ഫലമായിട്ടാണ് അദ്ദേഹം ഈ അസന്നിഗ്ധമായ ഒരു പ്രഖ്യാപനം നടത്തിയത്. ഞാൻ ഈ UDF അധികാരത്തിലേക്ക് കൊണ്ടുവരുമെന്ന് 100 സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നേതൃത്വത്തെയും, അത് ഈ നേതൃത്വം മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹയർ നേതൃത്വമല്ല, താഴേക്കടയുള്ള അദ്ദേഹത്തിന് താഴേക്കടയുള്ള അണികൾക്കും അതുപോലെ തന്നെ DCC നേതൃത്വത്തിനൊക്കെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി ഓരോ ജില്ലകളിലെ നേതാക്കന്മാരെ ആവേശം കൊള്ളിക്കാൻ വേണ്ടിയുള്ള പ്രയോഗങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു, കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു, കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. അതോടൊപ്പം തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു, കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. നിലമ്പൂരത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാവുന്നതാണ്. കാരണം PV അൻവർ എന്ന് പറയുന്ന ഒരു സ്വതന്ത്രൻ, അത് കോൺഗ്രസ് മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. അവിടെ ഒരു പൊതു സ്വതന്ത്രനെ നിർത്തിക്കൊണ്ടാണ് LDF ആ സീറ്റ് പിടിച്ചിരുന്നത്. ആ പൊതു സ്വതന്ത്രൻ LDF വിട്ട് മറുകണ്ഠം ചാടുന്നു. മറുകണ്ഠം ചാടിയതോടുകൂടിയിട്ടാണ് ആ നിലമ്പൂർ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ചേലക്കര തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു, നേടി, ഇതൊക്കെ സത്യമാണ്. പക്ഷേ ഈ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം വെച്ചിട്ടൊക്കെ ഇത്രയും വലിയ ഗീർവാണമൊക്കെ VD സതീശൻ പറയുന്നുണ്ടെങ്കിൽ അതൊരു ഓവർ കോൺഫിഡൻസിന്റെ ഭാഗമായിട്ട് എനിക്ക് അല്ല അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ CB നമ്മളിൽ കാണേണ്ടത് ഈ 2 വർഷം മുന്നേ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ടിംഗ് പാറ്റേൺ, അതിനുശേഷം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ടിംഗ് പാറ്റേൺ, ഇതൊക്കെ വെച്ചിട്ടാണ് കോൺഗ്രസ് ഇതിനെ അനലൈസ് ചെയ്യുന്നത് നമ്മളിൽ കാണുന്നുണ്ട്. ഇത് 3 തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം. പണ്ട് ഇതുപോലെ EK നായനാർ ഭരിക്കുന്ന സമയത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ഒരു വർഷം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും അതിൽ വലിയ രാഷ്ട്രീയ തിരിച്ചടിയൊക്കെ ചേർത്തൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഇത് 3 പാറ്റേൺ ആണ്. ഉപതെരഞ്ഞെടുപ്പ് വേറൊരു പാറ്റേൺ ആണ് തീർച്ചയായും. പക്ഷേ നമ്മൾ കാണേണ്ടത് ഈ 3 തെരഞ്ഞെടുപ്പുകളിലുണ്ടായ ചില വോട്ടിംഗ് പാറ്റേൺ ഒരുപക്ഷെ അനുകൂലമാവും എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് VD സതീശൻ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. പിന്നെ മാത്രമല്ല, നമ്മൾ ഇന്നലെ സംസാരിച്ച പോലെ കനകോലു റിപ്പോർട്ടും അതിന് ഈ VD സതീശൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ട് നമ്മളിൽ കാണണം. അതുകൊണ്ട് കോൺഗ്രസ് ആകെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും പിന്നെ ഇന്ദിരാ ഗ്യാരണ്ടിയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഇൻഷുറൻസ് പദ്ധതി, അതുപോലെ തന്നെ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തുടങ്ങിയ ചില വലിയ പദ്ധതി, അത് വലിയ പ്രഖ്യാപനം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. KSRTCയിൽ ഇപ്പം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും അതിലെ കർണാടകത്തിലൊക്കെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉണ്ട്. അതൊക്കെ വളരെ വിജയകരമായി പോകുന്നു. പക്ഷേ അവിടെയൊക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ കോർപ്പറേഷൻ നേരിടുന്നുണ്ട് എന്നുള്ളത് വേറൊരു സംഭവമാണ്. നമുക്ക് അത്രയൊക്കെ സാമ്പത്തിക ഭദ്രത ഇല്ലാത്തൊരു സ്റ്റേറ്റാണ് നമ്മുടേത്. അപ്പം നമ്മുടെ സ്റ്റേറ്റ് എത്രത്തോളം അത് നടപ്പിലാക്കാൻ പറ്റുമോ, അത് എങ്ങനെ ബാധിക്കും, അതുപോലെ തന്നെ KSRTC എല്ലാം തന്നെ ഭയങ്കര ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന സ്ഥാപനം, അതിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ പ്രഖ്യാപനങ്ങൾ നടത്തി ആളുകളെ കൂടെ നിർത്തിക്കാനുള്ള ശ്രമങ്ങൾ UDF നടത്തുന്നുണ്ട്. അത് തീരെ ഒന്നും ഇല്ലാതെയല്ല നടക്കുന്നതെന്നുകൂടി നമ്മുടെ ഇതിൽ കാണേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ VD സതീശനും 2 പക്ഷത്ത് നിന്നുകൊണ്ട് ഏറ്റുമുട്ടുകയും ഈ ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ, അധികാരത്തിൽ വരികയാണെങ്കിൽ, ഈ 2 പേരും പരസ്പരം മുട്ടി ചോര പോയി എല്ലാം വാർന്ന് 2 ഭാഗത്തേക്ക് ചരിഞ്ഞു പോവുകയും അവിടെ മൂന്നാമതൊരാൾ ഈ നേതൃത്വത്തെ വരികയും അദ്ദേഹം ഇതിൻ്റെ നേട്ടങ്ങളെല്ലാം കൊയ്യും എന്നുള്ളത് ഇനിയെങ്കിലും കോൺഗ്രസിൻ്റെ നേതൃത്വം മനസ്സിലാക്കി ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്നലത്തെയൊക്കെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് അവസാന ഘട്ടത്തിൽ ഒറ്റക്കെട്ടാണ്, ഭരണത്തിലേക്ക് വരിക മാത്രമാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം, അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നതൊക്കെ പറയുന്നെങ്കിൽ പോലും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുള്ള ഗ്രൂപ്പിസവും നേതാക്കന്മാർ തമ്മിലുള്ള വടംവലിയൊക്കെ ഇപ്പോഴും രൂക്ഷമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഇന്നലെ ഉണ്ടായ മുതിർന്ന രണ്ട് നേതാക്കന്മാരുടെ പ്രതികരണം എന്നുള്ള നമ്മളിൽ കാണേണ്ടത്.